ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് സദാ ജാഗരൂകരായിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇന്ന് അകാരണ ഭയങ്ങളുടെ, വിഷാദങ്ങളുടെ, സങ്കടങ്ങളുടെ, സംശയങ്ങളുടെ, രോഗങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണ്. 24-ാം അധ്യായത്തിൽ 37 മുതലുള്ള വചനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേര് സദാ ജാഗരൂകരായിരിക്കുവാൻ, അതായത് ജാഗ്രതയോടെ ജീവിക്കാനുള്ള ആഹ്വാനമാണ്. ഈ വാക്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 29 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രകൃതിയിൽ കാണുന്ന അസാധാരണമായ സംഭവങ്ങളാണ്. 29 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ദാ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകും. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനായിട്ട് സുവിശേഷകൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് പ്രാർത്ഥനയോടെ, ജാഗ്രതയോടെ, ജാഗരൂകനാകാൻ വേണ്ടി സുവിശേഷകൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 24-ാം അധ്യായം 37 മുതലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് മത്തായി സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്. ആ വചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും ഇതാ ദൈവപുത്രൻ രണ്ടാമതും വരുമ്പോൾ. മനുഷ്യപുത്രൻ്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. അപ്പം യേശുവിൻ്റെ വരവിന് വേണ്ടി സദാ ജാഗരൂകരായിരിക്കുവിൻ. നോഹയുടെ കാലഘട്ടം പോലെയുള്ള ഒരു അടയാളമാണ് തന്നിരിക്കുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ തിന്നും കുടിച്ചും ആസ്വദിച്ചും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ ആധുനിക ലോകത്തെ ചിന്തിക്കുമ്പോൾ എങ്ങനെ നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ ഇതാ ഇപ്പോൾ ജനങ്ങളുടെ ജീവിതങ്ങൾ അതുപോലെ തിന്നും കുടിച്ചും ആസ്വദിച്ചും സുഖഭോഗങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധത ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മിൽ പലരും യൂട്യൂബിലൂടെ എല്ലാം കണ്ടു കാണും 2004 ജപ്പാനിലുണ്ടായ സുനാമിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് വേളാങ്കണ്ണിയിലൊക്കെ ഉണ്ടായ സുനാമി. ജലമിങ്ങനെ കരയിലേക്ക് അടിച്ചു കയറിയപ്പോഴുണ്ടായ ദുരന്തം നാം ആരും ഇതേവരെ മറന്നുപോയിട്ടില്ല. വെള്ളം ഉയരുന്നത് വരെ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ കണ്ടാൽ അത് മനസ്സിലാകും. ഇതാ വെള്ളമിങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോഴും ജനം അത് നോക്കി നിൽക്കുകയാണ്. ഇതാ തങ്ങൾക്ക് ആപത്ത് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയാതെ നദിക്കരയുടെ ചുറ്റും കടലിനോട് ചേർന്നും ഈ ആഞ്ഞു വരുന്ന
ഗർജിച്ചു വരുന്ന ആ തിരമാലകളെ നോക്കി നിൽക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. നിമിഷനേരം കൊണ്ട് ആ ജലപ്രളയത്താൽ അവർ മരണത്തിന് കീഴടങ്ങുന്നത് ഇന്ന് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. 2004 ഡിസംബർ 26 വേളാങ്കണ്ണി പള്ളിയുടെ ചുറ്റുമുണ്ടായ വലിയ ആ സുനാമി ദുരന്തത്തിൽ തൻ്റെ ഭാര്യയും മകളും മരിച്ച ഒരു സഹോദരനെ കാണാൻ ഇടവന്നു. അച്ഛാ, വെള്ളമിങ്ങനെ ആഞ്ഞടിച്ചപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല എൻ്റെ ഭാര്യയും മകളും എൻ്റെ കൈവിട്ടു പോകും, എന്നിൽ നിന്ന് അകന്നു പോകും, ആ വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ വന്ന് പതിക്കുമെന്ന് ഞാനിങ്ങനെ ആഞ്ഞു വരുന്ന ആ ജലത്തെ കണ്ടപ്പോൾ പോലും എൻ്റെ മനസ്സിൽ കരുതിയില്ല ഈ വലിയ ദുരന്തം എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബത്തിൽ വന്ന് നിപതിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ മത്തായി യേശുവിൻ്റെ 2ാം വരവിൻ്റെ അടയാളങ്ങൾ വിവരിക്കുമ്പോൾ ആധുനിക ലോകത്ത് നോഹയുടെ കാലഘട്ടത്തിലേതുപോലുള്ള ആ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുകയാണ്. ഒന്നാമത് മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്. എൻ്റെ സുഖം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഞാനെന്ന ചിന്തയോടെ മറ്റുള്ളവരെ കാണാൻ സാധിക്കാതെ സ്നേഹരാഹിത്യത്തിലും വെറുപ്പിലും വഞ്ചനയിലും സുഖഭോഗങ്ങളിലും മുഴുകിയിരിക്കുന്ന മനുഷ്യൻ. എന്തൊക്കെ അടയാളങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്? മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്നു, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു, മനുഷ്യൻ കുടുംബങ്ങൾ തകർക്കുന്നു, മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു, വിശ്വാസത്തെ തള്ളിപ്പറയുന്നു, പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നില്ല, ഇൻ്റർനെറ്റിനും വാട്സപ്പിനും ഫേസ്ബുക്കിനൊക്കെ അടിമകളാക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത നിറഞ്ഞ പ്രവൃത്തി മൂലം തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. നമ്മുടെ സ്വാർത്ഥത നിമിത്തം നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ആത്മാവിനും അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഇതുമൂലം എൻ്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ടത്തെ ആൾക്കാർക്ക് കാർമേഘങ്ങൾ കാണുമ്പോൾ, കടലിൻ്റെ താളവും രാഗവും ഒക്കെ കാണുമ്പോൾ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഉൾക്കാഴ്ച മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറയെ നോഹയുടെ കാലഘട്ടവുമായിട്ട് ഏതെങ്കിലും ആധ്യാത്മിക പിതാക്കന്മാർ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എന്താണ് നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്? നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കണം. അതിൽ 5-6 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. ഇതാ നോഹയുടെ കാലഘട്ടത്തിൽ മാനവകുലത്തെ ദൈവം ശിക്ഷിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് ഇതാ വചനം ആ കാലഘട്ടത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുകയാണ്, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചു പോയിരിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ വികാരങ്ങളൊക്കെ ദുഷിച്ചു പോയിരിക്കുന്നതായിട്ട് കർത്താവ് കാണുകയാണ്. തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഇങ്ങനെ അന്ധകാരത്തിന് അവൻ്റെ ചിന്തകളെയും അവൻ്റെ ജീവിതത്തെയും ജീവിത ശൈലികളെയും നശിപ്പിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് മനുഷ്യരോട് ദയ തോന്നുകയാണ്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നുകൊണ്ട് തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, സുഖങ്ങളുടെ പിന്നാലെ പോകുക, വെറുക്കുക, കലഹിക്കുക,
പണത്തിനു വേണ്ടി എന്തും ചെയ്യുക, സ്വന്തം സഹോദരങ്ങളുടെ പള്ളക്ക് പിച്ചാത്തി കയറ്റാൻ പോലും മടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് മനുഷ്യരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. കൊല്ലാനും ചതിക്കാനും നുണ പറയുവാനും മടിയില്ലാത്ത മനുഷ്യൻ. അപ്പോൾ ഈ ലോകം അന്ധകാര ശക്തിക്ക് അടിമപ്പെടുകയാണ്, സാത്താന്റെ കുതന്ത്രങ്ങൾക്ക് വീണുപോവുകയാണ്. ഇതാ ഉൽപ്പത്തി 6:6 പറയുന്നു, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, കർത്താവ് ദുഃഖിച്ചു. തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് രൂപം കൊടുത്തതിൽ കർത്താവ് ദുഃഖിക്കുകയാണ്. നന്മയുടെ വക്താക്കളാകേണ്ട മനുഷ്യൻ, സ്നേഹത്തിൻ്റെ ഉപകരണമാകേണ്ട മനുഷ്യൻ, കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാകേണ്ട മനുഷ്യൻ ഇങ്ങനെ വെറുപ്പിലും വിദ്വേഷത്തിലും സ്നേഹരാഹിത്യത്തിലും കലഹത്തിലും രോഗപീഠകളിലും കടബാധ്യതകളിലും നട്ടം തിരിയുന്നത് കാണുമ്പോൾ, കാരണം തനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാത്തത് മൂലം സർവചരാചരങ്ങൾക്കും ഭക്ഷിച്ച് തൃപ്തി അടയുവാനുള്ള സമ്പൽ സമൃദ്ധിയും സുഖ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ദൈവം മനുഷ്യന് ജന്മം കൊടുത്തു. എന്നാൽ നമ്മുടെ സ്വാർത്ഥത നിമിത്തം, നമ്മുടെ അഹങ്കാര നിമിത്തം ഞാൻ എൻ്റെ സുഖം, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, ഇതുമൂലം തനിക്ക് ദൈവം നൽകിയ കൃപകള് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാത്തത് നിമിത്തം ഈ ലോകത്ത് വന്ന വലിയ ദുരന്തങ്ങളെ കണ്ടപ്പോൾ, മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ചത് കണ്ടപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖം തോന്നുന്ന ദൈവത്തെയാണ് നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിവരിക്കുന്നത്. സർവചരാചരങ്ങളുടെയും കാവൽക്കാരനും ഉപഭോക്താവുമായി ദൈവം രൂപം കൊടുത്ത മനുഷ്യൻ, അവൻ മൂലം ഈ പ്രപഞ്ചം മുഴുവൻ കളങ്കപ്പെടുന്നത് ദൈവം കാണുകയാണ്. ഈ ലോകത്തിൻ്റെ സർവചരാചരങ്ങളുടെയും കാവൽക്കാരനായി ദൈവം ഭരമേൽപ്പിച്ച മനുഷ്യൻ, അവൻ മൂലം, അവൻ്റെ സ്വാർത്ഥത നിമിത്തം, അവൻ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടതുകൊണ്ട്, സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ട്, അവൻ മൂലം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പ്രകൃതി പോലും നശിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മനുഷ്യനാണ്. സന്തുലിതമായി നിൽക്കേണ്ട പ്രകൃതി അസന്തുലിതാവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് സൂര്യൻ വീണുപോകുന്നത്, ചന്ദ്രൻ പ്രകാശം തരാത്തത്, ആകാശഗോളങ്ങൾ നിബദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാർത്ഥത നിമിത്തം പ്രകൃതിയുടെ തന്നെ താളവും രാഗവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മഴയില്ലാത്ത അവസ്ഥകൾ, അപ്പോൾ ഈ അസന്തുലിതമായ പ്രകൃതിയുടെ അവസ്ഥയ്ക്ക് കാരണം മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത നിമിത്തം അവൻ്റെ സുഖത്തിനു വേണ്ടി പ്രകൃതി നിയമങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കാണുകയാണ്, മനുഷ്യൻ നിമിത്തം പ്രകൃതി പോലും നാശമാക്കപ്പെട്ടിരിക്കുന്നു, ദുഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ താൻ രൂപം കൊടുത്ത ഭൂമി, താൻ മനുഷ്യരുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച ഭൂമി, ഇപ്പോൾ മനുഷ്യൻ്റെ സ്വാർത്ഥത നിമിത്തം, സുഖത്തിനു വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ചിലിന് നിമിത്തം ആ ഭൂമി തന്നെ ദുഷിച്ചതായി തീർന്നിരിക്കുകയാണ്. ഇതാ വചനം പറയുകയാണ്, എങ്ങും അക്രമം നടമാടി ഭൂമി നശിച്ചു പോയെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി തീർന്നു. ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം മൂലം ആ കാലഘട്ടത്തിലെ ജനത്തിനെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുകയാണ്. നീതിമാനായ നോഹയെയും തലമുറയെയും മാത്രമാണ് ദൈവം രക്ഷിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ദൈവം കാണുന്നത് മനുഷ്യൻ മൂലം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നിരിക്കുകയാണ്. എങ്ങും അക്രമവും അനീതിയും കൊള്ളയും കൊള്ളിവയ്പും വഞ്ചനയും ചതിയും വ്യഭിചാരവും അവിശ്വസ്തതയും പ്രാർത്ഥനയില്ലായ്മയും വിശ്വാസരാഹിത്യവും
നിർവികാരതയും, അതുപോലെ തന്നെ സുഖങ്ങളുടെ പിന്നാലെ അടിമപ്പെടൽ, ഫേസ്ബുക്കിൻ്റെ അടിമ, വാട്സപ്പിൻ്റെ അടിമ, മൊബൈൽ ഫോണുകളുടെ അടിമ, ഗെയിമുകളുടെ അടിമ, ഈ അടിമത്തത്തിൽ ദൈവം ദുഃഖിക്കുന്നതായിട്ട് കാണുകയാണ്. ദുർമാർഗികളും അന്ധകാരത്തിൻ്റെ മക്കളായി തീർന്ന മനുഷ്യൻ ചെയ്ത അധർമ്മം നിമിത്തം പ്രപഞ്ചം മുഴുവൻ മലിനമാക്കപ്പെടുകയാണ്. ഈ പ്രപഞ്ചത്തെ സ്വർഗമാക്കി മാറ്റാൻ, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരെയും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ചത് സ്വർഗമാക്കി മാറ്റാനാണ്. ദൈവത്തിൻ്റെ പ്രകാശവാഹകരായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യൻ നിമിത്തം അവനെ ഭരമേൽപ്പിച്ച പ്രപഞ്ചം മുഴുവൻ മലിനമാക്കപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം, ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ മലിനമാക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ, ദൈവത്തിൻ്റെ സൃഷ്ടിയെ സൃഷ്ടാവായി ദൈവം തീരുമാനമെടുക്കുകയാണ് അവയെ നശിപ്പിച്ച് കളയാനായിട്ട്. കാരണം അവൻ മൂലം ഭൂമിയിൽ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:13, മനുഷ്യൻ നിമിത്തം, നാം നിമിത്തം, നമ്മുടെ സ്വാർത്ഥത നിമിത്തം, സുഖത്തിനു വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ചിൽ നിമിത്തം, മനുഷ്യനെ കാണാൻ പറ്റാത്ത നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നത് നിമിത്തം മനുഷ്യകുലം മാത്രമല്ല പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ വിവേകത്തോടെ, ജാഗ്രതയോടെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ്, നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ്, തിന്മകളെ ഉപേക്ഷിച്ച് നന്മയുടെ പാതകൾ പിന്തുടരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആധുനിക ലോകത്ത് ധാർമ്മികതയുടെ വിളക്കാകേണ്ട മാധ്യമങ്ങൾ ഇന്ന് നിഗൂഢമായ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിന്നാലെയാണ്. ഒരു കാലത്ത് നന്മ പറഞ്ഞു കൊടുത്തിരുന്ന മാധ്യമങ്ങൾ, വിദ്യാലയങ്ങൾ ഇന്ന് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനത്തിൽ വീണുപോയിരിക്കുകയാണ്. നവീന മാധ്യമങ്ങൾ തന്നെ ആർഭാടങ്ങളുടെ ഒരു സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് നല്ലതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ ഈ ലോകത്ത് അന്ധകാരം ഈ ലോകത്ത് പിടിമുറുക്കിയിരിക്കുകയാണ്. സാത്താൻ ഈ ലോകത്ത് പിടിമുറുക്കിയിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അളവുകോല് സുഖസൗകര്യങ്ങളാണ്, പണം മാത്രമാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്ക് പോലും ഇന്ന് അളവുകോല് പണവും സുഖവും മാത്രമായി മാറിയിരിക്കുകയാണ്. സത്യത്തിനും ധർമ്മത്തിനും ത്യാഗത്തിനും വിലയില്ലാതായി. നമ്മുടെ അമ്മമാരുടെയും അപ്പന്മാരുടെയും അവരുടെ ജീവിത മൂല്യം എന്ന് പറയുന്നത് അവരുടെ സ്വയം സമർപ്പണവും അവരുടെ ജീവിതത്തിലെ ത്യാഗവുമാണ്. സ്വയം സമർപ്പിച്ച് ഇല്ലാതായി തീരുന്ന ത്യാഗം, നമ്മുടെ അമ്മമാരുടെ ത്യാഗം, നമ്മുടെ അപ്പന്മാരുടെ ത്യാഗം, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ട സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ, എളിമയുടെ, നിഷ്കളങ്കതയുടെ ദൈവശാസ്ത്രങ്ങൾക്ക് ആധുനിക ലോകത്ത് സ്ഥാനമില്ലാതായിരിക്കുകയാണ്. ആയതിനാൽ ഈ ലോകത്ത് വെളിച്ചം ഉണ്ടായിട്ടും മനുഷ്യൻ അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോഹയുടെ കാലഘട്ടം പോലെ ആധുനിക ലോകം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണല്ലോ നമ്മുടെ മാഹിയിലെ ശ്രീ മുകുന്ദൻ. അദ്ദേഹം ഒരിക്കൽ കോഴിക്കോട് വന്ന് പറഞ്ഞ ഒരു പ്രസംഗത്തെ ഓർക്കുകയാണ്. അദ്ദേഹം ആൾക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് ചൂട്ട് കത്തിച്ചു പിടിച്ചുകൊണ്ടാണ് ജനങ്ങൾ പോയിരുന്നത്. ഇന്ന് നമ്മുടെ തെരുവീതികളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളാണ്.
ഇന്ന് ചൂട്ട് കത്തിച്ചു പിടിച്ചോ ടോർച്ച് തെളിച്ചുകൊണ്ടോ പോകുന്നവരുടെ എണ്ണം കുറവാണ്. മുകുന്ദൻ പറയുകയാണ്, പണ്ട് ലോകത്ത് സ്ട്രീറ്റുകളിൽ, തെരുവുകളിൽ വെളിച്ചമില്ലാതിരുന്നപ്പോൾ, പുറത്തിരുട്ടായിരുന്നപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടായിരുന്നു. ഇന്ന് പുറം നിറച്ച് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളും വെളിച്ചങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പ്രകാശമാണ്. നമ്മുടെ പഴയ അമ്മമാരുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രകാശം, സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ത്യാഗത്തിൻ്റെ പ്രകാശം, ആ പ്രകാശം ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6:13 ഇങ്ങനെ പറയുകയാണ്, അവൻ മൂലം ഭൂമിയിൽ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് പ്രകൃതി പോലും, പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും ദുഷിച്ചതായി തീർന്നിരിക്കുകയാണ്. പൗലോസ്ലീഹ ഈ അവസരത്തിൽ നമ്മെ സഹായിക്കാനായിട്ട് വരികയാണ്. അദ്ദേഹം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് അന്ധകാര ലോകത്തിലെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനെ ശ്രവിക്കുന്ന ഷാലോം TV-യിലെ വചനം, തിരുവചനം ശുശ്രൂഷയുടെ പ്രേക്ഷകരെ, പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ആധുനിക ലോകത്തിലെ അന്ധകാര ശക്തികളെ, അതിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ചുകൊണ്ട് നമുക്ക് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. എന്താണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ? വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തേത് സ്നേഹമാണ്, 2 പ്രാർത്ഥനയാണ്, 3 പ്രാശ്ചിത്യ പ്രവൃത്തികളാണ്. അപ്പോൾ സ്നേഹവും ആധ്യാത്മികതയും പ്രാശ്ചിത്യ പ്രവൃത്തികളിലൂടെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അന്ധകാരം ലോകത്ത് പിടിമുറുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ആയി സ്വീകരിച്ചിരിക്കുന്ന ഓരോ മകനും മകൾക്കും തങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ, എളിമയുടെ വക്താക്കളായി ഇതാ മനുഷ്യൻ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ക് നോഹിനെ പോലെ നീതിമാനായി നിന്നുകൊണ്ട്, അബ്രഹാമിനെ പോലെ നീതിമാനായി ജീവിച്ചുകൊണ്ട്, വിശുദ്ധ ഔസേപ്പിനെ പോലെ നീതിമാനായി ജീവിച്ചുകൊണ്ട്, പരിശുദ്ധ മറിയത്തെ പോലെ ദൈവവചനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. ഇരുട്ടിൻ്റെ മക്കളല്ല. ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും കൽപ്പനകളും അനുസരിച്ച് തന്നെ തന്നെ പരിപൂർണനാക്കുക മാത്രമല്ല, ഈ പ്രകൃതിയെയും സർവചരാചരങ്ങളെയും തൻ്റെ ചുറ്റുമുള്ളവരെയും താൻ വസിക്കുന്ന ദേശങ്ങളെയും നവീകരിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദിവ്യമായ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പാപികളാണ്, ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്, കുറ്റങ്ങളുള്ളവരാണ്. ഞങ്ങൾ മൂലം ഞങ്ങൾ വസിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സ്വാർത്ഥത നിമിത്തം, ഞങ്ങളുടെ അഹങ്കാര നിമിത്തം, ഞാനെന്ന ഭാവം നിമിത്തം ഈ പ്രകൃതി പോലും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, അതിനേക്കാൾ വലുതാണല്ലോ അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്നേഹം. ഞങ്ങളുടെ മേലും ഈ ലോകത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ. സർവശക്തനായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അവിടുത്തെ കാവൽ മാലാഖമാരെ അയച്ച് ആധുനിക ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്നും കാത്തുപാലിക്കണമേ.
പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.